അടുത്തതായി 579 നാമം വാചസ്പതി. വാചസ്പതി എന്ന് പറഞ്ഞാൽ വാക്കുകളുടെ പതി. ഈ നാമം ഇതിനു മുമ്പും വന്നിട്ടുണ്ട് 218 നാമമായിട്ട്. പക്ഷെ അവിടെ വ്യാഖ്യാനിച്ചതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യാഖ്യാനമാണ് ഭാഷ്യകാരൻ ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ഭഗവാന്റെ വ്യാസരൂപത്തെക്കുറിച്ചാണ് പറയുന്നത്. ഭാഷ്യകാരൻ പറയുന്നു, പഞ്ചമവേദരൂപമായുള്ള വാക്കുകളുടെ പതിയാണ് ഭഗവാൻ എന്നതിനാൽ വാചസ്പതി എന്ന് നാമം. പഞ്ചമവേദമായുള്ള വാക്കുകൾ. പഞ്ചമവേദം എന്ന് പറഞ്ഞാൽ മഹാഭാരതം. ഭാരതം പഞ്ചമോ വേദ എന്ന് പ്രമാണം. അപ്പോൾ മഹാഭാരതം ആകുന്ന വാക്കുകളുടെ പതിയാണ് ഭഗവാൻ എന്നതിനാൽ വാചസ്പതി എന്ന് നാമം. വിഷ്ണുപുരാണത്തിൽ പറയുന്നുണ്ട്, മഹാഭാരതം പോലുള്ള ഒരു മഹത് ഗ്രന്ഥം എഴുതാൻ സാക്ഷാൽ ഭഗവാനല്ലാതെ വേറെ ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വ്യാസൻ ആയി വന്നത് ഭഗവാനാണ് എന്ന് വിഷ്ണുപുരാണത്തിലും പറയുന്നുണ്ട്. ഈ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ആദ്യത്തെ ഭാഗങ്ങളിൽ വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ എന്നും പറയുന്നുണ്ട്. നമോ വൈ ബ്രഹ്മനിധേ വാസിഷ്ഠായ നമോ നമ. അപ്പോൾ വ്യാസൻ എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. ഇവിടെ പഞ്ചമവേദരൂപമായുള്ള വാക്കുകൾ എന്ന് പറഞ്ഞാൽ മഹാഭാരത ഗ്രന്ഥം. മഹാഭാരത ഗ്രന്ഥത്തിലെ ആ ഗ്രന്ഥത്തിൻ്റെ പതി. പഞ്ചമവേദമാണ് വാക്കുകൾ. പഞ്ചമവേദമായിട്ടുള്ള വാക്കുകൾ. ഈ മഹാഭാരതത്തിൻ്റെ പ്രത്യേകത, മഹാഭാരതത്തിൽ കഥകൾ പരാമർശിച്ചിട്ടുണ്ട്, പലതരത്തിലുള്ള ശാസ്ത്രങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഭാരതീയമായിട്ടുള്ള എല്ലാ ശാസ്ത്രങ്ങളും ഒന്നുകിൽ മഹാഭാരതത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നവയാണ്, അല്ലെങ്കിൽ മഹാഭാരതത്തിൽ അതിൻ്റെ പ്രാദുർഭാവങ്ങൾ, അതിൻ്റെ ആദിമ സിദ്ധാന്തങ്ങൾ കാണാം. ഉദാഹരണത്തിന് പാഞ്ചരാത്രമൊക്കെ മഹാഭാരതത്തിലെ നാരായണീയ പർവ്വത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണ് പാഞ്ചരാത്ര സിദ്ധാന്തം. അപ്പോൾ അങ്ങനെ ഭാരതത്തിലെ സകല ചിന്തകളും, ഭാരതീയമായിട്ടുള്ള സകല ചിന്തകളും മഹാഭാരതത്തിലുണ്ട്. പിന്നീട് മഹാഭാരതത്തെ ബേസ് ചെയ്തിട്ടാണ് ഭാരതത്തിലെ മറ്റ് ചിന്തകൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഭാരതം എന്ന് പറഞ്ഞാൽ, മഹാഭാരതം എന്ന് പറയുന്ന ആ മഹത് ഗ്രന്ഥം, അതതിലെ കഥകളാവാം. അത് കഥകൾ മാത്രമല്ല, കേവലം നമ്മൾ മഹാഭാരത കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ കഥകൾ മാത്രമല്ല, ആ കഥകളുടെ ഉപകഥകളുണ്ട്. ഉപകഥകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മഹർഷിമാർ തമ്മിലും ദേവന്മാർ തമ്മിലും ഒക്കെ ചർച്ചകളും ഒക്കെ ഉണ്ട്. ഇതിലെല്ലാത്തിലും ഭാരതീയമായിട്ടുള്ള പല സിദ്ധാന്തങ്ങളുടെയും പരാമർശം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള സകല ശാസ്ത്രങ്ങളുടെയും ഉറവിടമായിട്ടുള്ള വാക്കുകൾ എഴുതപ്പെട്ടിരിക്കുന്ന മഹാഭാരതത്തിൻ്റെ പതി ആണ് ഭഗവാൻ ആയിട്ടുള്ള വ്യാസൻ. അപ്പോൾ വ്യാസൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു വ്യക്തി എന്നുള്ളതിൽ നിന്നും ട്രാൻസെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഭഗവാന്റെ ഭാവമായിട്ടാണ് ഇവിടെ കാണുന്നത്. വ്യാസൻ എന്നും ഭഗവാൻ തന്നെ വ്യാസനായിട്ട് വന്നതാണ്, അല്ലെങ്കിൽ വ്യാസൻ എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് എന്നാണ് ഈ ഭാഷ്യകാരൻ ഇതിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പം അങ്ങനെയുള്ള വാക്കുകളുടെ പതി, മഹാഭാരത രൂപമാകുന്ന വാക്കുകളുടെ പതിയാണ് ഭഗവാൻ നാരായണൻ എന്നുള്ളത് കൊണ്ട് ഭഗവാന് വാചസ്പതി എന്ന് നാമം. അടുത്ത നാമം 580 നാമം ആണ് അയോനിജഃ. അയോനിജൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യ തിര്യക് യോനികളിൽ നിന്നും വരാത്തവൻ. ഇവിടെയും ഭഗവാന്റെ ട്രാൻസെൻഡൻ്റൽ രൂപമാണ് പറയുന്നത്. വ്യാസൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, വ്യാസൻ അയോനിജനാണ്. നേരത്തെ നമ്മൾ ദിവിസ്പൃക് എന്ന് പറയുന്ന നാമത്തിൽ, ഭഗവാന്റെ നാമത്തിൽ പറഞ്ഞു, ദിവിയെ സ്പരിശിച്ച് നിൽക്കുന്ന എല്ലാവരും വ്യാസന്മാരാണ്.
ദിവ്യയെ സ്പർശിക്കാതെ, ഉയർന്ന നിലയെ സ്പർശിക്കാതെ സാഹിത്യം വരികയില്ല, കവിത വരികയില്ല, മറ്റ് കലാരൂപങ്ങളൊന്നും വരില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആ ദിവ്യയെ സ്പർശിച്ച് നിൽക്കുന്ന എല്ലാവരും വ്യാസരൂപങ്ങളായിട്ടുള്ള ഭഗവാന്റെ അംശങ്ങൾ തന്നെയാണ്. അത് ആ നാമം ഈ പറയുന്ന വ്യാസൻ എന്ന് പറയുന്ന ആ വ്യക്തിയെ ട്രാൻസെൻഡ് ചെയ്തിട്ടുള്ള രൂപത്തെക്കുറിച്ച് പറയുന്നതാണ്. ഇവിടെയും അയോനിജൻ എന്നുള്ള വാക്കുകൊണ്ട് അത് ഉറപ്പിക്കുകയാണ്. ഒരു യോനിയിൽ നിന്ന് ജനിക്കാത്ത ഒരു മനുഷ്യരൂപത്തിൽ ഉള്ള വ്യക്തിയാണ് എന്ന് പറയുന്നതിനപ്പുറം അത് എല്ലായിടത്തും ഉള്ളവനാണ് എന്നുള്ള അർത്ഥത്തിൽ പറയാണ് അയോനിജഹ. എങ്ങനെയാണത് അയോനിജനാകുന്നത്? എങ്ങനെയാണ് ഭഗവാൻ വ്യാസരൂപത്തിൽ അയോനിജനാകുന്നത് എന്ന് നോക്കാം. ഭാഷ്യകാരൻ പറയുന്നു, സാരസ്വതാവതാരത്തിൽ ഭഗവാൻ വാക്കിൽ നിന്നും ഉദ്ഭവിച്ചതായതിനാൽ അയോനിജ എന്ന് നാമം. ഭഗവാൻ വാക്ക് സാരസ്വതാവതാരം, വാക്കിൻ്റെ അവതാരത്തിൽ ജനിച്ചതാണ്. അതായത് ഈ വാക്ക് അവതരിച്ച് വന്നതാണ് ഈ ഭഗവാൻ വ്യാസൻ. വാക്ക് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ മഹാഭാരതം ആകുന്ന പഞ്ചമവേദത്തിലൂടെ വന്നത്. അത് മാത്രമാവുന്നില്ല, വ്യാസനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കൃതികളുണ്ടോ അത് മുഴുവൻ. അത് വേദങ്ങളാവാം, വേദത്തെ വിഭജിച്ചു വ്യാസൻ, വേദങ്ങളാവാം. മഹാഭാരതം എഴുതി, 18 പുരാണങ്ങളും ഉപപുരാണങ്ങളും എഴുതി. അപ്പം അത് മുഴുവൻ വ്യാസകൃതികളാണ്. അപ്പോൾ അങ്ങനെയുള്ള വാക്ക് രൂപത്തിൽ, അതാണ് സാരസ്വതാവതാരം, വാക്കിൻ്റെ രൂപത്തിൽ സാരസ്വതാവതാരത്തിൽ ഭഗവാൻ വാക്കിൽ നിന്നും ഉദ്ഭവിച്ചത് ആയതിനാൽ അയോനിജ എന്ന് നാമം. അതായത് ആ വാക്ക്, മഹാഭാരതം എന്ന് പറയുന്ന ആ ഗ്രന്ഥം, അത് വ്യാസനാണ്. വ്യാസൻ എന്ന് പറയുന്നത് ഭഗവാനാണ്. അപ്പം മഹാഭാരതം എന്ന് പറയുന്ന ഗ്രന്ഥം, പുരാണങ്ങളാകുന്ന ഗ്രന്ഥങ്ങൾ, വേദങ്ങളാകുന്ന ഗ്രന്ഥങ്ങൾ, വാക്കുകൾ വ്യാസനാണ്. അതുകൊണ്ടാണ് വ്യാസൻ അയോനിജൻ എന്നുള്ള പേര് പറയുന്നത്. കാരണം വാക്കുകൾ വരുന്നത് ഇൻസ്പിരേഷനിലൂടെയാണ്. നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ ആ ഉയർന്ന ദശയെ സ്പർശിച്ച് നിൽക്കുന്ന മനുഷ്യനിലൂടെ വരുന്ന വാക്കുകളാണത്. ആ വാക്കുകൾ സ്വയം ഭഗവാനാണ്. അത് വരുന്നത് ഇൻസ്പിരേഷനിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ആ വാക്കുകൾ അയോനിജങ്ങളാണ്. ആ വാക്കാണ് ഭഗവാൻ. വാക്ക് ഭഗവത് സ്വരൂപമാണ് നമ്മൾ ഇതിനു മുമ്പും കേട്ടിട്ടുണ്ട്. വാക്കുകളുടെ പതിയാണ് ഭഗവാൻ. അത് വാചസ്പതി എന്നുള്ള 218 നാമത്തിൽ ഈ കാര്യം പറയുന്നുണ്ട്, വാക്കുകളുടെ പതി എന്നുള്ളതിൽ. അപ്പോൾ വാക്കുകളുടെ പതി ഒക്കെ ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ മഹാഭാരതം, പുരാണങ്ങൾ തുടങ്ങിയ ഗ്രന്ഥങ്ങളെ പൂജിക്കുന്നത്. ഏതൊരു പുരാണ പ്രവചനത്തിനും മുമ്പ് ഗ്രന്ഥങ്ങളെ പൂജിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അത് വിസ്തരിച്ച് മിക്കവാറും എല്ലാ ഗ്രന്ഥങ്ങളുടെയും തുടക്കത്തിൽ പറയാറുണ്ട്. ഏത് രീതിയിലൊക്കെ ഈ ഗ്രന്ഥത്തെ പൂജിക്കണം എന്നുള്ളതൊക്കെ പറയാറുണ്ട്. അങ്ങനെ ആ പൂജിക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രന്ഥത്തിലെ വാക്കുകൾ ഭഗവാനാണ്. ഈ ഗ്രന്ഥം, ഭാഗവതം എന്ന് പറയുന്ന ഗ്രന്ഥം, അല്ലെങ്കിൽ മഹാഭാരതം എന്ന് പറയുന്ന ഗ്രന്ഥം, വിഷ്ണു പുരാണം എന്ന് പറയുന്ന ഗ്രന്ഥം, അങ്ങനെ തുടങ്ങുന്ന 18 പുരാണങ്ങൾ അടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഭഗവത് സ്വരൂപമാണ്. അതുകൊണ്ട് ഭഗവാന് അയോനിജ, ഈ ഗ്രന്ഥത്തിലെ വാക്കിൻ്റെ സ്വരൂപത്തിൽ വന്ന് നിൽക്കുന്നവൻ എന്നുള്ളത് കൊണ്ട് അയോനിജ എന്ന് നാമം. അതിന് പ്രമാണം പറയുന്നു, അഥ ഭൂയോ ജഗത് സൃഷ്ട്വ ഭോ ശബ്ദേന അനുവാദയൻ സാരസ്വതീ മുച്ചചാര തത്ര സാരസ്വതോ അഭവത്. വാക്കുണ്ടായത്, ഭഗവാൻ വാക്കായി തീർന്നത് എങ്ങനെ എന്ന് പറയണം. ആ ഭഗവാൻ വീണ്ടും ജഗത്തിനെ സൃഷ്ടിച്ചുകൊണ്ട് അതിനെ ഭോ എന്ന് സംബോധന ചെയ്തു. അപ്രകാരമുള്ള വാക്കിനെ ഉച്ചരിച്ചവനാകയാൽ അവിടെ വാക്ക് പിറന്നു. ഭഗവാൻ ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ചു. എന്നിട്ട് ഈ പ്രപഞ്ചത്തെ സംബോധന ചെയ്തു. ഭോ എന്ന് പറഞ്ഞ സംസ്കൃതത്തിൽ അല്ലയോ, ഹേ എന്നുള്ളതിൻ്റെയൊക്കെ
ശബ്ദമാണ് ഭോ. അല്ലയോ പ്രപഞ്ചമേ, ഹേ പ്രപഞ്ചമേ, എന്നിൽ നിന്നും ഉണ്ടായതേ എന്ന് സംബോധന ചെയ്തു. അങ്ങനെ സംബോധന ചെയ്യാൻ ഭഗവാൻ വാക്ക് പ്രയോഗിച്ചു. അങ്ങനെയാണ് വാക്ക് വരുന്നത്. അപ്പൊ വാക്ക് എന്ന് പറയുന്നത് അയോനിജമാണ്, ഭഗവാനിൽ നിന്ന് വന്നതാണ്. എല്ലായിടത്തുമുള്ള ഭഗവാനിൽ നിന്നും വന്നതായതുകൊണ്ട് തന്നെ അതൊരു പ്രത്യേക യോനിയിൽ ഉണ്ടായതല്ല. ഇത് മഹാഭാരതത്തെക്കുറിച്ചും ഇത് വ്യാസനെ കുറിച്ച് പറയുന്നു. അതായത് അതുപോലെ തന്നെ പുരാണങ്ങളെ കുറിച്ച് പറഞ്ഞു. 18 പുരാണങ്ങൾ, മഹാഭാരതം, ഇത് മുഴുവൻ അയോനിജങ്ങളാണെന്ന് പറഞ്ഞു. എന്ന് പറയുന്നത് പോലെ ഈ ലോകത്തെ എല്ലാ സാഹിത്യകൃതികളും ഏത് ഭാഷയിലും ആയിക്കോട്ടെ, എല്ലാ സാഹിത്യകൃതികളും ഈ വാക്സ്വരൂപങ്ങളാണ്. അതുകൊണ്ട് തന്നെ അയോനിജങ്ങളാണ്. അത് ഭഗവാന്റെ ഇൻസ്പിരേഷനിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ വാക്ക് ആദ്യം ഉണ്ടായത്? ഈ ലോകത്തെ ഭഗവാൻ സൃഷ്ടിച്ചു. അതിനുശേഷം ലോകത്തെ സംബോധന ചെയ്തു. തന്നിൽ നിന്നും തൻ്റെ വിഭൂതികളെ സൃഷ്ടിച്ചതിന് ശേഷം ആ വിഭൂതികളെ സംബോധന ചെയ്തു. ഭോ എന്ന് സംബോധന ചെയ്തു. അങ്ങനെയാണ് വാക്ക് പിറക്കുന്നത്. ആ വാക് സ്വരൂപനാണ് ഭഗവാൻ. അതുകൊണ്ട് തന്നെ ഭഗവാന് അയോനിജൻ എന്ന് നാമം. ഇനി അടുത്ത ശ്ലോകം, 62-ാമത്തെ ശ്ലോകം. ത്രിസാമ സാമക സാമ നിർവാണം ഭേഷജം ഭിഷക് സന്യാസകൃച്ഛമശാന്തോ നിഷ്ഠാശാന്തി പരായണം. ഇതിലെ നാമങ്ങൾ ത്രിസാമ, സാമക, സാമഹ, നിർവാണം, ഭേഷജം, ഭിഷക്, സന്യാസകൃച്ഛമഃ, ശാന്തഃ, നിഷ്ഠാശാന്തി, പരായണം. ഇങ്ങനെ 10 നാമങ്ങളാണ്. 62-ാമത്തെ ശ്ലോകത്തിലെ 10 നാമങ്ങളിലെ ആദ്യത്തെ നാമം, 581-ാമത്തെ നാമം ത്രിസാമ. അപ്പോൾ വാക്സ്വരൂപനായിട്ടുള്ള വ്യാസസ്വരൂപനായിട്ടുള്ള ഭഗവാനെ പറഞ്ഞതിന് ശേഷം പറയാണ് ത്രിസാമ, 3 സാമങ്ങളോട് കൂടിയവൻ. ഭാഷകാരൻ പറയുന്നു ബൃഹത്, രഥന്തരം, വാമദേവ്യം എന്നിങ്ങനെ 3 രീതിയിലുള്ള സാമവേദങ്ങളെ കൊണ്ട് ഭഗവാന്റെ ലീലകളെ ഗാനം ചെയ്യപ്പെടുന്നു എന്നതിനാൽ ത്രിസാമ എന്ന് നാമം. സാമവേദങ്ങൾ 3 രീതിയിൽ, ഈ 3 രീതിയിലുള്ള സാമഗാനങ്ങളെ കൊണ്ട് ആരാണ് കീർത്തിക്കപ്പെടുന്നത്? അത് ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാന് ത്രിസാമ എന്ന് നാമം. ഏതൊക്കെയാണ് 3 സാമ സമ്പ്രദായങ്ങൾ? ബൃഹത്, രഥന്തരം, വാമദേവ്യം. ഇങ്ങനെ 3 രീതിയിലുള്ള ഗാനങ്ങൾ, സാമവേദത്തിൻ്റെ 3 രീതിയിലുള്ള വിഭാഗങ്ങളാണിത്. ഈ 3 രീതിയിലുള്ള സാമവേദങ്ങളിലൂടെയും ഗാനം ചെയ്യപ്പെടുന്നത് ആ പരമമായിട്ടുള്ള ഭഗവാനാണ് എന്നതുകൊണ്ട് ത്രിസാമ എന്ന് നാമം. അടുത്തത് സാമഗഃ. ഭാഷകാരൻ പറയുന്നു ഇപ്രകാരം തന്നെ സ്വാനുഭവത്താൽ ഉള്ള ആനന്ദത്താൽ സ്വയം ഭഗവാൻ അത് ഗാനം ചെയ്യുന്നു എന്നതിനാൽ സാമഗ എന്ന് നാമം. സാമം, ത്രിസാമ, 3 സാമഗാനങ്ങൾ കൊണ്ട് സ്തുതിക്കപ്പെടുന്നവൻ. 3 സാമവേദത്തിൻ്റെ 3 വിഭാഗങ്ങളെ കൊണ്ട് സ്തുതിക്കപ്പെടുന്നവൻ. 3 വിഭാഗമല്ല, 3 രീതികളെ കൊണ്ട് സ്തുതിക്കപ്പെടുന്നവൻ. അതാണ് ത്രിസാമ. സാമഗ എന്ന് പറഞ്ഞാലോ, സ്വാനുഭവത്താൽ ഉള്ള ആനന്ദത്താൽ സ്വയം ഭഗവാൻ അത് ഗാനം ചെയ്യുന്നു. സാമം ഗായതി, ഇത് സാമഗഃ. ഭഗവാൻ സ്വയം തൻ്റെ കീർത്തിയെ ഗാനം ചെയ്യുന്നു. ഭഗവാൻ സ്വയം തന്നെ അറിഞ്ഞുകൊണ്ട് തൻ്റെ കീർത്തിയെ ഗാനം ചെയ്യുന്നു
എന്തിന്? തൻ്റെ അനുഭവം കൊണ്ട് ഉണ്ടാകുന്ന ആനന്ദം കൊണ്ട് ഭഗവാൻ തന്നെ നിരന്തരം അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. നമ്മളിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, 2 തരത്തിലുള്ള വാസുദേവ സങ്കല്പങ്ങളുണ്ട്. ഒന്ന് പരവാസുദേവൻ, 2 വ്യൂഹ വാസുദേവൻ. പരവാസുദേവനാണ് നിത്യോദിത വാസുദേവൻ, വ്യൂഹ വാസുദേവനാണ് ശാന്തോദിത വാസുദേവൻ. പരവാസുദേവൻ എന്ന് പറഞ്ഞാൽ സ്വാത്മമാത്രാനുഭവാവസ്ഥ ആണ്. തന്നെ മാത്രം അനുഭവിക്കുന്ന അവസ്ഥയാണ്. തന്നെ മാത്രം അനുഭവിക്കുന്ന അവസ്ഥയാണ് പരവാസുദേവന്റെ നിത്യോദിതാവസ്ഥ. വ്യൂഹ വാസുദേവനാകുമ്പോൾ സ്വവിഭൂത്യനുഭവാവസ്ഥ, തൻ്റെ വിഭൂതികളുടെ അനുഭവത്തെ അനുഭവിക്കുന്ന അവസ്ഥ. സ്വവിഭൂത്യനുഭവാവസ്ഥയുള്ളതാണ് വ്യൂഹവാസുദേവൻ. വിഭൂതി എന്ന് പറഞ്ഞാൽ, അപ്പോൾ പരവാസുദേവൻ എന്ന് പറയുന്നത് തൻ്റെ ഉള്ളിൽ വിഭൂതി ആകുന്നതിന് മുമ്പ്, താൻ വിവിധമാകുന്നതിന് മുമ്പ് അനുഭവിക്കുന്നതാണ് തൻ്റെ സ്വവിഭൂത്യനുഭവാവസ്ഥ എന്ന് പറഞ്ഞാൽ താൻ വിഭൂതികളായി തീർന്നിട്ട് ആ വിഭൂതികളെ അനുഭവിക്കുന്നതാണ്. അപ്പോൾ ഈ വിഭൂതികളെ, സ്വവിഭൂത്യനുഭവാവസ്ഥയിൽ ഈ തൻ്റെ വിഭൂതികളെ അനുഭവിക്കുമ്പോൾ ഭഗവാൻ ആനന്ദം ഉണ്ടാകുന്നു. ഈ ആനന്ദം കൊണ്ട് ഭഗവാൻ എപ്പോഴും അവനവൻ്റെ മഹത്വത്തെ ഗാനം ചെയ്യുന്നു. ആ ഗാനം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാന് സാമക എന്ന് നാമം. അതിൻ്റെ തുടർന്ന് ഭാഷകാരൻ പറയണം, അതിൻ്റെ അനുഭവ ആഹ്ലാദത്തിൽ മറ്റുള്ളവരെ കൊണ്ടും ഗാനം ചെയ്യിക്കുന്നു. അതായത് നേരത്തെ പറഞ്ഞ സ്വവിഭൂതികൾ, തൻ്റെ വിഭൂതികളെ താൻ 2ആയി മാറി ആ വിഭൂതികളെ അനുഭവിക്കുന്ന അവസ്ഥയിൽ താൻ സ്വയം ആനന്ദിക്കുന്ന സമയത്ത് തൻ്റെ വിഭൂതികളും ആനന്ദിക്കും. കാരണം താനും വിഭൂതികളും തമ്മിൽ വ്യത്യാസമില്ല. അപ്പോൾ ആ വിഭൂതികളും എപ്പോഴും ആനന്ദിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ വിഭൂതികളെ കൊണ്ടും മറ്റുള്ളവരെ കൊണ്ടും ഭഗവാൻ ഗാനം ചെയ്യിപ്പിക്കുന്നു. താനും ആനന്ദം അനുഭവിക്കുന്നു, മറ്റുള്ളവരും ആനന്ദം അനുഭവിക്കുന്നു. ഏതത് സാമഗായൻ നാസ്തേ, മുക്തന്മാർ ഈ സാമഗാനം പാടിക്കൊണ്ടേയിരിക്കുന്നു. സാമഗാനം എന്ന് പറഞ്ഞാൽ ഭഗവാനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു മുക്തന്മാർ. അതായത് നമ്മളുടെ ശരിയായിട്ടുള്ള അസ്തിത്വത്തെക്കുറിച്ച് അറിയുന്ന ആളുകളാണ് മുക്തന്മാർ. അങ്ങനെ അറിഞ്ഞ ഒരാളെ സംബന്ധിച്ച് അറിയുന്ന ഈ അവസ്ഥയെ ഗാനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പറയുന്നു എന്നർത്ഥം. നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈശ്വരാനുഭവം വന്ന ഒരാൾ, അയാൾക്ക് താൻ അനുഭവിക്കുന്ന ആനന്ദം, താൻ അനുഭവിക്കുന്ന ആ യഥാർത്ഥ അവസ്ഥയെ എത്ര പറഞ്ഞാലും മതിയാവില്ല. അയാളത് പല രീതിയിൽ ആളുകളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് ഇവിടെ സാമഗാനം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈശ്വരനെ അറിഞ്ഞാൽ, ഈശ്വരൻ്റെ ആനന്ദാവസ്ഥയെ അറിഞ്ഞാൽ ആ ആനന്ദാവസ്ഥയെക്കുറിച്ച് എപ്പോഴും ഗാനം ചെയ്തുകൊണ്ടേയിരിക്കും, പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് മുക്തന്മാർ ഈ സാമഗാനം പാടിക്കൊണ്ടേയിരിക്കുന്നു. ഈശ്വരനെ അറിഞ്ഞവർ ആ ഈശ്വരൻ്റെ ആനന്ദാവസ്ഥയെക്കുറിച്ച്, ഈ പ്രപഞ്ചത്തിൻ്റെ യഥാർത്ഥ സ്ഥിതിയെക്കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും. കേൾക്കുന്ന ആളുകൾക്ക് അത് മുഴുവനായിട്ട് മനസ്സിലാകുമോ ഇല്ലയോ എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. അവരിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം അവരനുഭവിക്കുന്ന ആനന്ദം ഇതിനെക്കുറിച്ച് പറയാൻ അവരെ പ്രേരിപ്പിക്കും. അതുകൊണ്ട് ഭഗവാന് സാമക എന്ന് നാമം. അടുത്ത 583 നാമം സാമഹ. ഭാഷകാരൻ പറയുന്നു, തന്നെ കുറിച്ച് ഗാനം ചെയ്യുന്നവരുടെ കൂടി പാപത്തെ നശിപ്പിക്കുന്നു എന്നതിനാൽ സാമ എന്ന് നാമം. ത്രിസാമ, സാമക, സാമ. ഇത് മൂന്നും സാമ
വേദത്തെക്കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ സാമവേദവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആണ് പറയുന്നത്. അപ്പോൾ സാമ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? തന്നെക്കുറിച്ച് ഗാനം ചെയ്യുന്നവരുടെ, തൻ്റെ വിഭൂതികൾ തന്നോടുകൂടി ആനന്ദിച്ച് തന്നെക്കുറിച്ച് ഗാനം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഗാനം ചെയ്യുന്നവരുടെ പാപത്തെ മുഴുവനായിട്ട് നശിപ്പിക്കുന്നു. അങ്ങനെ വിഭൂതികൾ തന്നിൽ നിന്നും വ്യത്യസ്തരാണ് എന്ന് എപ്പോഴെങ്കിലും അവർക്ക് തോന്നുകയാണെങ്കിൽ ആ തോന്നലിനെ ഇല്ലാതാക്കുന്നു. അതാണ് പാപത്തെ നശിപ്പിക്കുന്നു എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ അവരുടെ കൂടി പാപത്തെ നശിപ്പിക്കുന്നു എന്നതിനാൽ സാമ എന്ന് നാമം. ഇവിടെ സാമ എന്നുള്ളതിന് ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഒരു വ്യാകരണ രീതിയിലാണ്. അതിന് അദ്ദേഹം അത് വിസ്തരിച്ചിരിക്കുകയാണ്. എന്ന ധാതുവിനെ കർമ്മങ്ങൾ അവസാനിപ്പിക്കുക എന്നർത്ഥം. എന്ന ധാതുവിൽ നിന്നാണ് സാമശബ്ദം വരുന്നത്. കർമ്മങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അതിനർത്ഥം. സതിഭ്യാം എന്ന സൂത്രം കൊണ്ട് മനിൻ പ്രത്യയം വരുമ്പോൾ സാമ എന്ന് നാമം. എന്ന ധാതുവിൽ നിന്ന് സാ എന്ന് പറയുന്ന ശബ്ദം വരും. അതിൻ്റെ കൂടെ ആ സാ എന്നുള്ള അതിൻ്റെ അർത്ഥം എല്ലാത്തിനെയും നശിപ്പിക്കുന്നു, അതായത് കർമ്മങ്ങൾ അവസാനിപ്പിക്കുന്നു എന്നാണ്. അതിൻ്റെ കൂടെ മനിൻ എന്ന് പറയുന്ന പ്രത്യയം വരുന്ന സമയത്ത് മയും കൂടെ വരും. മ എന്ന് പറയുന്ന അക്ഷരം കൂടെ വരും. അപ്പോൾ സാ മ. അങ്ങനെയാണ് ഇതിന് ഗാനം ചെയ്യുന്നവരുടെ പാപത്തെ നശിപ്പിക്കുന്നത് എന്ന അർത്ഥം ഭാഷ്യകാരൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ സാമ എന്നുള്ള വാക്കിന് സാമഗാനം എന്നുള്ള അർത്ഥത്തിലല്ല, പാപത്തെ നശിപ്പിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ഭാഷ്യകാരൻ ഇവിടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സാമ എന്ന് നാമം. അടുത്തത് 584 നാമം, നിർവാണം. ഭാഷ്യകാരൻ പറയുന്നു, ഇപ്രകാരം പാപങ്ങളില്ലാതായവരുടെ പരമഗതിക്കുള്ള കാരണമാണ് ഭഗവാൻ എന്നതിനാൽ നിർവാണം എന്ന് നാമം. നിർവാണം എന്ന് പറഞ്ഞാൽ പരമമായിട്ടുള്ള ഗതി എന്നർത്ഥം. അപ്പോൾ നേരത്തെ പറഞ്ഞു ഭഗവാനെ കീർത്തിക്കുന്നവരുടെ പാപം ഇല്ലാതാകുന്നു. അങ്ങനെ പാപം ഇല്ലാതായവരുടെ പരമഗതിക്കുള്ള കാരണം ഭഗവാനാണ്. അങ്ങനെ പാപം ഇല്ലാതായാൽ, പാപം എന്ന് പറഞ്ഞാൽ താൻ ഈശ്വരനിൽ നിന്നും വ്യത്യസ്തനായിട്ടുള്ള ആളാണ് എന്നുള്ള ചിന്തയാണ്. അതല്ല, താൻ ഈശ്വരൻ്റെ തന്നെ ഭാഗമാണ് എന്ന് മനസ്സിലാകുമ്പോൾ അവർക്ക് സംഭവിക്കുന്നതാണ് നിർവാണം. അതിന് കാരണം ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാന് നിർവാണം എന്ന് നാമം.